നമസ്കാരം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയെ ഉടൻ വിട്ടയക്കുമെന്ന് ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സുവിശേഷ പ്രവർത്തകനായ ഡോക്ടർ കെ.എ. പോൾ എന്ന മലയാളി സുവിശേഷ പ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില വിദേശ മാധ്യമങ്ങൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല. ഇങ്ങനെ ഒരു വീഡിയോ സന്ദേശം ഡോക്ടർ കെ.എ. പോൾ നൽകിയിട്ടുണ്ടെന്നും, അതായത് ഈ നിമിഷപ്രിയയെ ഉടൻ യമനിലെ ജയിലിൽ നിന്നും വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നിമിഷപ്രിയയെ വിട്ടയക്കും. പിന്നീട് ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുവരും എന്നുമാണ് ഈ ഡോക്ടർ കെ.എ. പോൾ ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രിക്കും ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ കെ.എ. പോൾ ഈ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി വളരെ പ്രൊഫഷണലായ രീതിയിൽ ചില ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ, നയതന്ത്ര രംഗത്ത് ചില നീക്കങ്ങൾ ഇന്ത്യൻ സർക്കാർ നടത്തിയെന്നും ആ നീക്കങ്ങളുടെ ഫലമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടുവെന്നും ഉടൻ തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കും എന്നുമാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഈ വീഡിയോ സന്ദേശത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഈ സമയത്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്ത വന്നത്. എന്നാൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നതായി കേന്ദ്ര സർക്കാരിന് അറിവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ് കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിൽ നിമിഷപ്രിയയ്ക്ക് അവിടെ നിയമസഹായം കിട്ടുന്നതിന് ഒരു വക്കീലിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഇസ്ലാമിക നിയമപ്രകാരം, അതായത് ആ രാജ്യത്ത് നിലവിലുള്ള ഇസ്ലാമിക നിയമപ്രകാരം ഒരു ദയയ്ക്കുള്ള അല്ലെങ്കിൽ ദയാഹർജിക്കുള്ള സാധ്യത പരിഗണിക്കുക, ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലഡ് മണി അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നതെന്നും അതിന് ചില അയൽ രാജ്യങ്ങളുടെയും ചില സൗഹൃദ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണ ഇന്ത്യക്കുണ്ട് എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കെ.എ. പോൾ എന്ന സുവിശേഷ പ്രവർത്തകൻ്റെ ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഈ ഡോക്ടർ കെ.എ. പോൾ. ആ ഡോക്ടർ കെ.എ. പോളിൻ്റെ വീഡിയോ സന്ദേശം വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഇതിന് സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ, ചില വിദേശ മാധ്യമങ്ങൾ നിമിഷപ്രിയയെ ഉടൻ മോചിപ്പിക്കുമെന്ന രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. സാമുവൽ ജെറോം ഉൾപ്പെടെയുള്ളവർ കാന്തപുരത്തിൻ്റെ ഈ ഇടപെടലിനെ തള്ളിയിരുന്നു. കാന്തപുരം അവിടെയുള്ള ഏതോ മുസ്ലിം മത പണ്ഡിതനുമായി സംസാരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഉടൻ നിമിഷപ്രിയയെ വിട്ടയക്കുമെന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വധശിക്ഷ നീട്ടിവെച്ചതെന്നുമൊക്കെ കാന്തപുരം അവകാശപ്പെട്ടിരുന്നു. ആ അവകാശത്തെയാണ് സാമുവൽ ജെറോമും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തള്ളിയത്. ഇപ്പോൾ ഡോക്ടർ കെ.എ. പോളും നിമിഷപ്രിയയെ മോചിതയാക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനാണ് നന്ദി അറിയിച്ചിരിക്കുന്നത്. കാന്തപുരത്തിൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് ഡോക്ടർ പോളും ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നിമിഷപ്രിയ എപ്പോൾ എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് നിമിഷപ്രിയ ഇവിടേക്ക് കൊണ്ടുവരിക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ വിശദാംശങ്ങളോ യാതൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വരെയും ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം അതിരൂക്ഷമായ ഭാഷയിലാണ് ഇത്തരത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ നിമിഷപ്രിയയെ വലിയ രീതിയിൽ വെള്ളപൂശുകയാണെന്നും വലിയ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുകയാണെന്നും ഒരു കാരണവശാലും ബ്ലഡ് മണി സ്വീകരിക്കുന്ന പ്രശ്നമില്ലെന്നും നിമിഷപ്രിയയ്ക്ക് ദയ നൽകുന്ന അല്ലെങ്കിൽ മാപ്പ് നൽകുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ലെന്നും ഈ യമൻ പൗരൻ്റെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴിതാ നാടകീയമായി ഡോക്ടർ കെ.എ. പോൾ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ വിശദമായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ
പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.